ആപ്കി അദാലത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം രാജ്യത്തിന്റെ ശത്രുക്കൾക്ക് ആദരവ് നൽകുന്നു എന്നുള്ളതാണ്. അരവിന്ദ് സർ, ഹോം മിനിസ്റ്റർ അമിത്ഷാ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിന്റെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാന്റെയും ഭാഷ ഒരുപോലെയാണെന്ന്. ഇമ്രാൻഖാൻ എന്താണോ പറയുന്നത് അത് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളും പറയുന്നതെന്ന്. കേജ്രിവാൾ പറയുന്നത് തന്നെ ഇമ്രാൻഖാനും പറയുന്നു. അദ്ദേഹം തെളിവ് വയ്ക്കുന്നു, ഇദ്ദേഹം തെളിവ് വയ്ക്കുന്നു. അവരുടെ വായി തോന്നുന്നൊക്കെ പറയും. ഡൽഹിയിലെ ഇലക്ഷനിൽ അവർ വിചാരിച്ച പോലെ ഒന്നും സംഭവിച്ചില്ലെന്നാണ് പറയേണ്ടത്. ഇമ്രാൻഖാനെ വിളിച്ചോണ്ട് വരുവാണ്, പാകിസ്ഥാനെ കൊണ്ടുവരുവാണ്. ആരെ വിളിച്ചോണ്ട് വന്നിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇമ്രാൻഖാന്റെ മന്ത്രി ഫവാദ് ഖാൻ അദ്ദേഹം ഡൽഹി ഇലക്ഷനിൽ മോദിയെ തോൽപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ അതിന് അദ്ദേഹത്തിനുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, മോദിജി നമ്മുടെ നാടിന്റെ പ്രധാനമന്ത്രിയാ, അദ്ദേഹം എൻ്റെ ഒരു പ്രധാനമന്ത്രിയാണ്. പിന്നെ ഞങ്ങളുടെ നാടിന്റെ ഇലക്ഷൻ, അത് ഞങ്ങളുടെ നാടിന്റെ കാര്യം. ഈ ലോകം മുഴുവനുമുള്ള തീവ്രവാദങ്ങളെല്ലാം തന്നെ എല്ലാം നല്ല രീതിക്ക് ഊർജം കൊടുക്കുന്ന ഒരു നാട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന്റെ ഒന്നും ആലോചന ഞങ്ങൾക്ക് ആവശ്യമല്ല. ഞങ്ങളുടെ നാടിന്റെ കാര്യത്തിലുള്ള തലയിടൽ നിങ്ങൾ നിർത്താനാണ് ഞാൻ പറയുന്നത്, അത്രേ ഉള്ളൂ. പക്ഷേ ഈ കാര്യത്തെക്കുറിച്ച് താങ്കൾ ഇന്നാണ് പറഞ്ഞത്. പക്ഷേ 7 മാസത്തിനു മുമ്പ് താങ്കൾ എന്താണ് പറഞ്ഞതെന്ന് ഞാനിപ്പോൾ കേൾപ്പിക്കാം. मोदी ने पाकिस्तानियों के साथ सेटिंग कर रखी है, मोदी ने आतंकवादियों के साथ सेटिंग कर रखी है, उसकी पोल खोलने की जरूरत है। आज जब आप गांव के अंदर में जाओगे, कुछ लोग भ्रमित हैं, कुछ लोग कहते हैं मोदी राष्ट्रवादी है, कुछ लोग कहते हैं मोदी देशभक्त है। आज आपकी जिम्मेदारी है जाके कहना कि मोदी जैसे बड़ा देशद्रोही कोई नहीं है। ഓഹോ, അപ്പോഴും അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ താങ്കൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ പാകിസ്ഥാനോടൊപ്പം ഒരു കരാർ വെച്ചിട്ടുണ്ടെന്ന്. ഇത് ഞങ്ങൾ എപ്പോഴും സാധാരണ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അദ്ദേഹം ഇത് നമ്മുടെ നാടിന്റെ പ്രശ്നമാണ്. തെരഞ്ഞെടുപ്പ് നേരത്തെ അദ്ദേഹം എന്നെ എന്തെങ്കിലും പറയും, ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ തെരഞ്ഞെടുപ്പ് സമയത്ത് പാകിസ്ഥാൻ അകത്ത് വരാൻ പാടില്ല, കാരണം ഞാൻ എന്ത് വേണമെങ്കിലും പറയും. ഇന്ന് മിസ്റ്റർ അമിത്ഷാ എന്നെ എന്ത് വേണമെങ്കിലും പറയാൻ കഴിയും. അമിത്ഷാ എന്നെ എന്തെങ്കിലും പറയും, ഞാൻ എന്ത് വേണമെങ്കിലും പറയും. മനോജ് തിവാരിനെ ഞാൻ എന്തെങ്കിലും പറയും. പക്ഷെ പാകിസ്ഥാൻ ഇടയ്ക്ക് വന്ന് ഈ പഞ്ചായത്ത് സംസാരിക്കാൻ വരാൻ പാടില്ല. പക്ഷെ താങ്കൾക്ക് പാകിസ്ഥാനോടൊപ്പം കരാറുണ്ടെന്ന് പറയാമല്ലേ? അതായത് നിങ്ങളിപ്പോൾ ഇട്ട് ആ പ്ലേ ചെയ്ത ആ ക്ലിപ്പുണ്ടല്ലോ, ആ ക്ലിപ്പിന്റെ ആരംഭത്തിലും അവസാനത്തിലും സംസാരിച്ചത് അത് പിന്നെ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. സോ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലത്തെ കുറ്റാരോപണങ്ങളൊക്കെ വരും പോവും. പക്ഷേ അത് പാർട്ടികൾക്കിടെയായിരിക്കും ഉണ്ടാവേണ്ടത്. BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ആം ആദ്മി പാർട്ടി ഉണ്ട്. ഈ എല്ലാ പാർട്ടികളും നാടിന്റെയൊക്കെ ഒരു ഭാഗമാണ്. ഞങ്ങൾ ആര് ശത്രുക്കളല്ല, ഞങ്ങൾ എതിർ പാർട്ടികളാണ്, അത്രേ ഉള്ളൂ. പക്ഷെ പാകിസ്ഥാൻ കാര്യമായിട്ട് വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചേക്കും. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് പാകിസ്ഥാനെ എതിർത്ത് പോരാടും. പക്ഷെ പാകിസ്ഥാൻ ഞങ്ങൾക്കിടയ്ക്ക് വന്ന് ഇവർ ജയിക്കണം അവർ ജയിക്കണം എന്ന് പറഞ്ഞൊന്നും സമ്മതിക്കാൻ പറ്റില്ല. പാകിസ്ഥാൻ ഇതിലൊന്നും തലയിടാൻ പാടില്ല. താങ്കൾ അമിത്ഷാ എന്ത് വേണമെങ്കിലും പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അദ്ദേഹം പറയുന്നത് 2 വർഷത്തിന് മുൻപ് JNUവിൽ രാജ്യത്തെ പല കഷ്ണങ്ങളാക്കണമെന്ന് പ്രക്ഷോഭം നടത്തി. മോദിജി അങ്ങനെ പ്രക്ഷോഭിച്ച ആൾക്കാരെ ജയിലിലേക്ക് അയച്ചു. കേജ്രിവാൾ അവർക്ക് സപ്പോർട്ട് ചെയ്തു. ഇത് വളരെ വലിയ തെറ്റാണ്. ഞാൻ എപ്പോഴാ പോയത്? JNUവിലേക്ക് പോയില്ല. ചിലപ്പോൾ അവരുടെ സ്വപ്നത്തിലായിരിക്കും. വന്ന് അമിത്ഷാ സാറിന് അവസാനം എന്നെക്കുറിച്ചാണ് സ്വപ്നങ്ങളെന്ന് തോന്നുന്നു റീസെന്റ് ടൈംസിൽ. അദ്ദേഹം ഇതും പറഞ്ഞിട്ടുണ്ട്. 2019 ജനുവരി 14 പോലീസ് ഇക്കാര്യത്തിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ കേസ് തുടരാൻ വേണ്ടി ഡൽഹി സർക്കാരിനോട് അനുവാദം ചോദിച്ചിട്ടുണ്ട്, കനയ്യകുമാറിനും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കും വേണ്ടി. പക്ഷേ ഡൽഹി സർക്കാരിന് അനുവാദം ഇതുവരെ ലഭിച്ചില്ല. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ തന്നെ എന്തിനാണ് 3 വർഷം സമയം എടുത്തത്? താങ്കൾ പെർമിഷൻ കൊടുത്തില്ലെന്നാണ്. ഞാൻ നിങ്ങളെ ചോദ്യം ചോദിക്കുകയാണ്. വീഡിയോ ഉണ്ടായിരുന്നു. വീഡിയോയിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചോദ്യങ്ങളുണ്ടായി. ആ വീഡിയോയിൽ ആധാരമുണ്ടായിരുന്നെങ്കിൽ 4 ദിവസം മതിയല്ലോ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ. 3.5 വർഷം എടുത്ത് എന്തുകൊണ്ടാണ് ഈ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാണ്ടിരുന്നത്? അവർ തന്നെ ഈ കാര്യത്തെ അവരെ സഹായിച്ചു.
നെക്സ്റ്റ് ടൈം അവർ നിങ്ങളുടെ പ്രോഗ്രാമിലോട്ടെങ്ങാനും വന്നാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ കൂട്ടത്തിൽ പോയി ചേർന്നേക്കുന്നത്, അവർക്ക് എന്താ സപ്പോർട്ട് ചെയ്യുന്ന കേജ്രിവാൾ ചോദിച്ചു എന്ന് പറയൂ. ഈ കേസ് ഫയൽ ചെയ്യാനായിട്ട് 3.5 വർഷം എടുത്തു അവര്. പക്ഷേ ഇന്ന് താങ്കൾ തന്നെ വന്നിരിക്കുകയാണല്ലോ, അതുകൊണ്ട് താങ്കളോട് തന്നെ ചോദിക്കാം. അവർ 2019 ജനുവരി 14 ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇതുവരെ താങ്കൾ ലീഗൽ ഒപ്പീനിയൻ മാത്രമേ എടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അല്ല, 3.5 വർഷം അവർക്കായ എനിക്കും കൂടെ കുറച്ച് സമയം വേണമല്ലോ ഇതിനു വേണ്ടി. ഇല്ല, ഞാനിപ്പോ ഇതിനെ 13 പ്രാവശ്യമാണ് ഇതിന്റെ വിചാരണ മാറ്റി വെക്കേണ്ടി വന്നത്. ഇല്ല, ഞാനിതൊരു സീരിയസ് നോട്ടായിട്ട് പറഞ്ഞേക്കാം. ഈ മുഴുവൻ കാര്യത്തിലും പെർമിഷൻ കൊടുക്കാനായിട്ടുള്ള റോള് ഞങ്ങളുടേത് ഒരിക്കലും തന്നെ ഇല്ല. പ്രോസിക്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടേതാണ്, അത് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ്. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് അത് തീരുമാനങ്ങൾ എടുക്കുള്ളൂ. ഇപ്പൊ ഈ കാര്യത്തിൽ അവർ ശരിക്കും തീരുമാനം എടുത്താൽ പോലും അവർ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പിൽ അവർ ഈ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെ എടുത്താലും ഞാനതൊക്കെ പോയി നോക്കിയതാണ്. അതിന് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് തീരുമാനം എടുത്തിട്ട് കോർട്ടിൽ പോയി പറഞ്ഞേക്കാവുന്ന. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ ഒന്നും തന്നെ തലയിട്ടിട്ടില്ല. എന്റെ റോൾ ഒട്ടും തന്നെ ഇതിലില്ല. ഷഹീൻബാഗിലും താങ്കൾക്ക് റോളൊന്നും തീർച്ചയായിട്ടും ഇല്ല. മനീഷ് സിസോഡിയ പറഞ്ഞിരിക്കുന്നത് ഷഹീൻബാഗിന് ആദരവായിട്ട് നിൽക്കുമെന്ന്. ഞാനിത് ക്ലിയർ ആക്കി തരാം. ആദ്യമായിട്ട് നാടിന്റെ ഒരുമയായാലും സഹോദരത്വമായാലും സത്യസന്ധതയായാലും ഇതിലൊക്കെ ആരുണ്ടോ അവരുടെ ഭാഗത്ത് ഈ കേജ്രിവാൾ ഉണ്ടാവും. അതിൻ്റെ ഒപ്പം ഈ നാടിനെ നശിപ്പിക്കാൻ വിചാരിക്കുന്നത്, ഈ നാട്ടിലോട്ട് ഒരുപാട് പ്രശ്നങ്ങളും കൊണ്ടുവരുന്നത്, പിന്നെ ഈ നാടിനെ ആരൊക്കെ പിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നോ അവരുടെ ഏറ്റവും വലിയ ശത്രു ഈ കേജ്രിവാളായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഷാഹിൻ ബാഗ് തൊട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ കട ഒരുപാട് ദിവസം മൂടിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. പല ദിവസങ്ങളിൽ റോഡുകൾ തടഞ്ഞിട്ടുണ്ടെന്നും, ആംബുലൻസിന് പോകാൻ പറ്റേണ്ട ഒരു ദിവസം ആംബുലൻസ് നിന്നുപോയി. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സ്കൂൾ ബസ്സസ് പോകുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള എക്സാം വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് അവർ കഷ്ടപ്പെട്ടു, റോഡൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവരൊക്കെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഹോം മിനിസ്റ്ററിന്റെ അടുത്ത് സംസാരിച്ച് ഈ പ്രശ്നത്തിനൊക്കെ ഒരു തീരുമാനം വേണമെന്നും റോഡിലുള്ള തടസ്സങ്ങൾ മാറ്റിത്തരാനും. തുറന്നില്ല സാർ, അതെന്റെ ഭാഗത്തല്ല ഉള്ളത്. അതായത് എന്റെ ഭാഗത്ത് ലോ ആൻഡ് ഓർഡർ ഇല്ല, അവരാണ് അതിലിരിക്കുന്നത്. ഞാൻ ഇന്നലെയാണ് ടി വിയിൽ പോലും കണ്ടത്. അതില് ടി വിയിൽ ഒരു ന്യൂസ് റിപ്പോർട്ടർ പോയിട്ടുണ്ടായിരുന്നു, സൗരവ് ശർമ്മ. 3 തൊട്ട് 4 മണിക്കൂറാണ് അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നത്. അവിടെ അദ്ദേഹം എല്ലാവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവിടെ പറഞ്ഞ കാര്യം മിസ്റ്റർ അമിത്ഷാ അവിടെ വന്ന് സംസാരിക്കണമെന്നാണ്. മിസ്റ്റർ അമിത്ഷായാണ് അവിടെ പോകേണ്ടത്. CA NRC വെച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണോ ഉള്ളത്, അദ്ദേഹം അതൊക്കെ സംസാരിച്ച് എല്ലാം മാറ്റിക്കൊടുക്കാൻ കഴിയും. നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് എന്തിനാണ് ഹോം മിനിസ്റ്റർ? ഈ കുറ്റങ്ങൾ എന്തുകൊണ്ട് ആരോപിച്ചെന്ന് വെച്ചാൽ, ഷെർജൽ ഇമാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 48 മണിക്കൂറായി അവർക്ക്. ഡൽഹി പോലീസ് എൻ്റെ അടുത്തെങ്ങാനും ഉണ്ടായിരുന്നാൽ 2 മണിക്കൂറും കൊണ്ട് ഞാൻ അറസ്റ്റ് ചെയ്യിപ്പിച്ചാൽ. ഹോം മിനിസ്റ്ററിനോട് അറസ്റ്റ് ചെയ്യാൻ താങ്കൾ ഡിമാൻഡ് ചെയ്തു, അവരും അറസ്റ്റ് ചെയ്തു. പക്ഷെ ഡിമാൻഡ് കൊണ്ടാ ചെയ്ത്. അപ്പൊ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരുന്നവര്. അല്ല, ഈ കുറ്റങ്ങൾ എന്തുകൊണ്ട് ആരോപിച്ചെന്ന് വെച്ചാൽ, താങ്കളുടെ പാർട്ടി MLA അമത്തുള്ള ഖാൻ, അദ്ദേഹം ഷർജിലിനോടൊപ്പം ഇരുന്നത് കണ്ടു കഴിഞ്ഞു. ഈ സർജിൽ ആരാണെന്ന് വെച്ചാൽ അസമിനെ 2 ആക്കണമെന്ന് പറയുന്ന വ്യക്തിയാണ്. ഡൽഹിയിലേക്കുള്ള പാൽ നിർത്തലാക്കണം, ഡൽഹിയിലേക്കുള്ള ജലം നൽകരുത്, ഈ രാജ്യത്തെ തന്നെ 2 ആക്കണം. അതിനായിട്ടല്ലേ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യണമെന്ന്, എത്രയും പെട്ടെന്ന് അവർക്ക് ശിക്ഷ കൊടുക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ. അപ്പൊ താങ്കളുടെ MLA-കളെ പറ്റി താങ്കൾ ഒന്നും പറയില്ലേ? ഞാൻ വീഡിയോ കാണിക്കോളൂ. ഭാഗ്യം, ഞങ്ങൾ വീഡിയോ വെച്ചിരുന്നു, താങ്കളും അത് ചോദിച്ചു. നിങ്ങൾ സംസാരിക്കൂ. ഞാൻ നിങ്ങളോട് എന്താ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് സംസാരിക്കാൻ അനുവദിക്കൂ. തന്നെ വഴക്കുണ്ടാക്കുമല്ലേ? അല്ല, വഴക്കൊന്നുമില്ല. അദ്ദേഹം മൈക്ക് പിടിച്ചു മേടിച്ചാ സംസാരിക്കുന്നത്. ദാ ഇപ്പോഴാണ് മൈക്ക് മേടിച്ച് അദ്ദേഹം സംസാരിച്ചത്. ഈ പ്രശ്നം ഷാഹിൻ ബാഗിലാണ് സംഭവിച്ചത്. അപ്പൊ അവിടെ അത്രയും ജനങ്ങളും ചേർന്നിട്ടുണ്ട്. സ്റ്റേജിൽ അദ്ദേഹമുണ്ട്, മറ്റേ അദ്ദേഹമുണ്ട്. മൈക്ക് പിടിച്ചു മേടിച്ചേക്കുവാ. ഷർജിൽ എന്തോ സംസാരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അവര്. മൈക്ക് മേടിച്ചു, അമാനത്തുള്ള സംസാരിക്കാൻ വിട്ടില്ല. താങ്കൾക്ക് ഓർമ്മ കാണുമെന്നാണ് തോന്നുന്നത്, അമാത്തുള്ള ഖാൻ തന്നെ ഒരു വലിയ സ്പീച്ച് നൽകിയിരുന്നു. അതിൽ അദ്ദേഹം പ്രകോപനം വരുന്ന രീതിയിൽ പല വാക്കുകൾ ഉപയോഗിച്ചു. അദ്ദേഹം ഒരു പക്ഷേ എന്തെങ്കിലും തെറ്റായിട്ട് സംസാരിച്ചിരുന്നാൽ പോലീസ് FIR ഇട്ടിരിക്കണം. അന്ന് പക്ഷേ നടന്ന ആ ഷാഹിൻ ബാഗ് പ്രശ്നത്തിൽ അമാനത്തുള്ളയുടെ പേര് FIR-ൽ ഉണ്ടായിട്ടില്ല. അമാനത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണം, അദ്ദേഹത്തിന് പേര് കേസ് ഇടണം, FIR ഇട്ടിട്ട് ജയിലിലോട്ട് അയക്കണം. താങ്കൾ BJP MPമാര് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അരവിന്ദ് കെജ്രിവാൾ ഒരു തീവ്രവാദിയാണെന്നാണ് പറയുന്നത്. എന്നെ കാണുമ്പോൾ തീവ്രവാദിനെ പോലെ ഉണ്ടോ? അതായത് മിനിങ്ങാന്നവർ പറഞ്ഞിട്ടുണ്ട്. മിനിങ്ങാന്നവർ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ചില തലവന്മാര്, ചില മിനിസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് കെജ്രിവാൾ, പ്രവേശ് വർമ്മ, പിന്നെ മനോജ് തിവാരി, ഇവർ 2 പേരും അവര് കെജ്രിവാൾ ഒരു തീവ്രവാദിയാണെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. സത്യം പറഞ്ഞാൽ വളരെ വേദനയായിരുന്നു കേട്ടപ്പോൾ. ഡൽഹിയിലുള്ള ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഒരു നല്ല പഠനമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതേലും ഒരു തീവ്രവാദി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പഠനം ഉണ്ടാക്കൂ? ഡൽഹിയിലുള്ള ഏതേലും ഒരാൾക്ക് വയ്യാണ്ടായാൽ
അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. തീവ്രവാദി ആരേലും ജനങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുവോ? ഞാൻ ഡൽഹിയിലുണ്ടായിരുന്ന 40,000 വയസ്സായവരെയാണ് തീർത്ഥയാത്രയ്ക്ക് അയച്ചിരിക്കുന്നത്. ഹരിദ്വാർ, ഋഷികേശ്, ദ്വാരക, ഷീരടി. തീവ്രവാദിയൊക്കെ തീർത്ഥയാത്രയ്ക്ക് അയക്കുമല്ലേ? നാടിന്റെ ഡൽഹിയിലുള്ള സോൾജേഴ്സൊക്കെ അവരുടെ സർവീസ് സമയത്ത് മരിക്കുമ്പോൾ അവരുടെ കുടുംബത്തിന് വേണ്ടി 1 കോടി രൂപയുടെ സഹായവും നൽകി അവരുടെ എല്ലാ കുടുംബത്തിനും വേണ്ടി ഞാൻ എൻ്റെ കുടുംബമായിട്ടാണ് അവരെ കാണുന്നത്. ഞാൻ അവർക്ക് വേണ്ടി നല്ലതാണ് ചെയ്യുന്നത്. ഏതൊരു തീവ്രവാദിയും ത്യാഗികൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യില്ല. ഒരു ദിവസം വൈകുന്നേരം ഞാൻ വീട്ടിലോട്ട് പോയപ്പോൾ, ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണുള്ളത്. ഞാൻ ദിവസം വൈകിട്ട് വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് സമയം അവരുടെ ഒപ്പം ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അന്നവർ വളരെ വിഷമത്തിലായിരുന്നു. കാലത്തോട്ട് കെജ്രിവാൾ ഒരു തീവ്രവാദിയാണെന്നും പറഞ്ഞ് ടി വിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ട് അവർക്ക് വളരെ കഷ്ടമായിരുന്നു. കെജ്രിവാൾ ഈ നാടിന് മേത്ത് അത്രയ്ക്ക് സ്നേഹമുള്ളവനാ. കെജ്രിവാൾ ഒരു തീവ്രവാദിയായിട്ടിരിക്കാൻ കഴിയില്ല. ദേശഭക്തിയുള്ള ആൾ സർജിക്കൽ സ്ട്രൈക്കിന് തെളിവ് ഞാൻ ചോദിക്കൂ. തീർക്കട്ടെ. ഞാൻ ഡൽഹി ജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 5 വർഷം ഞാൻ ഡൽഹിയുടെ ഒരു മോനായിട്ടാണ് ഞാൻ ഇവിടെ പണിയെടുത്തേക്കുന്നത്. അവരുടെ EB, വെള്ളം, ആരോഗ്യം അതെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഇതുവരെ ഞാൻ ജീവിച്ച ജീവിതത്തിൽ എൻ്റെ ആത്മാവും ശരീരവും എൻ്റെ ചോരയും എല്ലാം ഈ നാടിന് വേണ്ടിയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇൻകം ടാക്സിൽ കമ്മീഷണറുടെ പണിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നെ കൊണ്ട്. അതൊക്കെ വിട്ടിട്ടാണ് ഞാൻ അണ്ണാ ഹസാറിന്റെ വഴി ഫോളോ ചെയ്യാനായിട്ട് വന്നത്. 2013 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 2 ദിവസം ഞാൻ പോരാട്ടത്തിലുണ്ടായിരുന്നു. 15 ദിവസം ഞാൻ വിശപ്പിലായിരുന്നു. എനിക്ക് ഡയബറ്റിക്സ് പ്രശ്നമുണ്ട്. ഒരു ദിവസം 4 പ്രാവശ്യമാണ് ഇൻസുലിൻ എടുക്കേണ്ടത് എനിക്ക്. നിങ്ങൾ ഏതൊരു ഡോക്ടറിൻ്റെ അടുത്തും ചോദിച്ചു നോക്ക്, ഡയബറ്റിക്സ് പേഷ്യൻസ് ഇൻസുലിൻ എടുക്കുന്നവര് 4 മണിക്കൂറോളം പട്ടിണിയായിട്ടിരുന്ന അവർ പെട്ടെന്ന് മരിച്ചു പോയേക്കും. ഞാൻ 15 ദിവസത്തോളം പട്ടിണിയായിരുന്നു. ആ ദൈവത്തിന്റെ എന്തോ ഒരു ദൈവം കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവനോടെ ഉള്ളത്. നമ്മുടെ ഈ നാട്ടിന് വേണ്ടി എൻ്റെ ജീവൻ തരാൻ ഞാൻ നൽകാൻ തയ്യാറായി. പക്ഷെ ഇവരെന്നെ ഒരു തീവ്രവാദി എന്നാ പറയുന്നത്. ഞാൻ ഈ ഡൽഹി ജനങ്ങളുടെ അടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്നെ അവരുടെ വീട്ടിലെ അംഗമായിട്ടാണോ കരുതുന്നത്, അതോ ഒരു തീവ്രവാദിയായിട്ടാണോ കരുതുന്നത്? ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററായ അമിത്ഷാ അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിക്ക് വോട്ട് നൽകാൻ പാടില്ല. അവർ പറഞ്ഞെത്തി വരികയാണെങ്കിൽ ഡൽഹിക്ക് സംരക്ഷണം നൽകാൻ പറ്റില്ല, ഇവിടെ കലാപം ഉണ്ടാവുമെന്നാണ്. ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കാൻ ഇവരൊരു പോയിന്റാണ് എടുക്കുന്നത്. ഇവർക്കൊന്നും വേറെ വഴി അറിയില്ല. അവരുടെ അടുത്തോട്ട് ഡൽഹിയിലെ ജനങ്ങളെ MCD കൊടുത്തിട്ടുണ്ട്. MCDയുടെ പണിയൊക്കെ നിങ്ങൾ നോക്കിക്കോന്നും പറഞ്ഞു. ഡൽഹിയിൽ ആ MCD എങ്ങനെയാ ഉള്ളതെന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോ. കുപ്പകളൊക്കെ വിട്ടേക്ക് ഒന്ന് ക്ലീൻ ആക്കുന്ന പണിയെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ അവര്? അവിടെ പ്രൈമറി സ്കൂൾ ഇരിപ്പുണ്ട്. അതിന്റെയൊക്കെ ഒരു അവസ്ഥ പോയി നോക്കണം നിങ്ങൾ. ചുറ്റിനും ഒന്നും ഒട്ടും ക്ലീൻ അല്ലാണ്ടായിരിക്കുന്നത്. ഞാൻ മിസ്റ്റർ അമിത്ഷയോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ദിവസവും അദ്ദേഹം ഡൽഹി ജനങ്ങളോടൊപ്പം ചേർന്ന് 2 കോടി ജനങ്ങളെല്ലാരും കൂടെ 5 വർഷത്തിൽ എല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. വെറും കെജ്രിവാൾ മാത്രമല്ല ഇതിന് കാരണം. EB ആയിക്കോട്ടെ, വെള്ളം ആയിക്കോട്ടെ, ഇവരെല്ലാരും കൂടെ ചേർന്നാണ് ചെയ്തത്. നിങ്ങൾ ദിവസവും ഡൽഹിയിലെ ജനങ്ങളെ നാണം കെടുത്തുന്നതിന് പകരം നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ കുറിച്ച് പറയൂ. ഡൽഹി പോലീസിന്റെ പവർ ഞങ്ങളുടെ കയ്യിലായിരുന്നു. അവരെ വെച്ച് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ MCDയിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ DDAയിൽ ഇതൊക്കെ ചെയ്തു. ഇങ്ങനെയൊന്നും പറയാൻ അവരുടെ അടുത്ത് ഒന്നും തന്നെ ഇല്ല. അവർ തെരഞ്ഞെടുപ്പ് സമയത്ത് ഹിന്ദു മുസ്ലിം പേരും പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഡൽഹിയിലെ ജനങ്ങൾ ഭയങ്കര ബുദ്ധിശാലിയാണ്. അവരതൊക്കെ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഡൽഹി സർക്കാർ അവരുടെ പ്രശ്നത്തിന് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി പോരാടുന്ന കാര്യം കണ്ടിട്ടുണ്ട്. അവരുടെ EB നോക്കുന്നുണ്ട്, അവരുടെ വെള്ളത്തിന്റെ കാര്യം നോക്കുന്നുണ്ട്. 24 മണിക്കൂർ ഞാൻ EB ചേഞ്ച് ചെയ്തതാ. ഈ നാട് നീളെ 24 മണിക്കൂർ EB എവിടെയും ഇല്ല. അതുകൊണ്ട് അവർക്ക് വേറെ ഏതൊരു വഴിയും ഇല്ല. ഷൈൻബാഗ് കുറിച്ച് സംസാരിക്കുന്നു, ഹിന്ദു മുസ്ലിം കാര്യം പറയുന്നു, പാകിസ്ഥാനെ കൊണ്ടുവരുന്നു. അവരെല്ലാ വകയിലും പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഡൽഹിയിലെ ജനങ്ങൾ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്നും ഒരു വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. ഒരു TV ചാനലിൽ ആ വീഡിയോ വന്നതാണ്. ഒരാളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ജന്മനാ BJP കാരനാ. എന്റെ അച്ഛൻ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു എമർജൻസി സമയത്ത്. ജൻസംഘിലുള്ള ആളാ. അദ്ദേഹം പറഞ്ഞത് എന്റെ മോൻ സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത്. കെജ്രിവാൾ അദ്ദേഹത്തിന്റെ ഭാവി തന്നെ മാറ്റിയിട്ടുണ്ടെന്ന്. ഞാൻ കെജ്രിവാളിനെ വോട്ടിടുള്ളൂ, എല്ലാം ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ന്യൂസ് റിപ്പോർട്ടർ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഷാഹിൻബായിനെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നതെന്ന്. ആ ഷാഹിൻബായ് എന്ന് പറയുന്നത് വെറും 10 ദിവസത്തെ പ്രശ്നമാണ്. വേണമെന്ന് വെച്ചാൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. 10 ദിവസത്തിന് ശേഷം കെജ്രിവാൾ ആയിരിക്കും ഞങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നത്. ആയുസ്കാലം മുഴുവൻ അദ്ദേഹമായിരിക്കും ഞങ്ങളുടെ കൂടെ. അപ്പോ 10 ദിവസത്തിന് ശേഷം ഷഹീൻബാഗ് പ്രശ്നമെല്ലാം തീരുമെന്നാണോ? എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ BJP ആണ് കാണിക്കുന്നത്. അവരാണ് ഇതേ ഡ്രാമയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. താങ്കൾ BJP-കാരോട് പോയി എനിക്ക് വോട്ട് ചെയ്യാൻ പറയുകയാണല്ലോ. അതിനൊരു കാരണമുണ്ട്. നിങ്ങളെല്ലാവർക്കും നന്നായിട്ട് അറിയാം. കറക്റ്റ് ഒരു 5 വർഷത്തിന് മുന്നേ ഡൽഹി സർക്കാർ ഗവൺമെന്റ് സ്കൂളൊക്കെ ഏതൊരു അവസ്ഥയിലായിരുന്നു എന്ന്. ഈ 5 വർഷത്തിൽ കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ഞങ്ങൾ മാറ്റിയത്. ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ അവർ പോയി മറ്റൊരു പാർട്ടിക്ക് വോട്ടിട്ട് ജയിപ്പിച്ചാൽ പിന്നെ എല്ലാം മാറിയേക്കും. ഞാൻ എനിക്കായിട്ടല്ല വോട്ട് ചോദിക്കുന്നത്, ഡൽഹിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാ, നാടിന്റെ വളർച്ചയ്ക്ക്. നിങ്ങളെല്ലാവരും ഈ പ്രാവശ്യം ചൂലിന്റെ ചിഹ്നത്തിന് വോട്ടിടണം. അതിൻ്റെ ഒപ്പം 5 വർഷത്തിൽ
5 വർഷത്തില് ഞാൻ എല്ലാ പണിയും എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ ചീഫ് മിനിസ്റ്ററായിട്ട് വർക്ക് ചെയ്തതാ. BJP-കാർക്ക് ഞാൻ ഒരു ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, കോൺഗ്രസിന്റെ ചീഫ് മിനിസ്റ്ററാണ് ഞാൻ, ആം ആദ്മി പാർട്ടിയുടെയും ചീഫ് മിനിസ്റ്ററാണ് ഞാൻ. എന്റെ അടുത്ത് BJP-യുടെ ആൾക്കാർ വന്നപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ട്, കോൺഗ്രസിന്റെ ആൾക്കാർ വന്നപ്പോൾ അവർക്ക് വേണ്ടി പണിയെടുത്തതാ. ഈ 5 വർഷവും BJP ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഞാനാ പണിയെടുത്തിട്ടുള്ളത് അവർക്ക് വേണ്ടി. നിങ്ങളുടെ പിള്ളേരുടെ സ്കൂളിന്റെ ഫീസ് അധികരിക്കുന്ന സമയത്ത് BJP-കാരല്ല അവിടെ വന്ന് സംസാരിച്ചത്, കെജ്രിവാളാണ് അവിടെ വന്ന് സംസാരിച്ചത്. നിങ്ങളുടെ ഫീസൊക്കെ കുറച്ചത് ഞാനാണ്. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ആർക്കെങ്കിലും വയ്യാണ്ടാവുകയാണെങ്കിൽ, ഈ 5 വർഷത്തെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വയ്യാണ്ടായപ്പോ BJP കോൺഗ്രസ് അല്ല വന്നത്, ഞാനാ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ചികിത്സയ്ക്ക് ഏർപ്പാട് ചെയ്ത് ഹോസ്പിറ്റൽസിൽ. ഞാൻ 5 വർഷം നിങ്ങൾക്ക് പണിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വരുന്ന 5 വർഷത്തിൽ ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കത്തുള്ളൂ. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരാളെ ഞാൻ പിരിച്ചു നോക്കിയിട്ടില്ല. ഇദ്ദേഹം BJP, ഇദ്ദേഹം കോൺഗ്രസ്, ഇദ്ദേഹം ആം ആദ്മി എന്ന്. ഞാനാണ് അവർക്ക് സഹായിച്ചത്, ഇനിയും അങ്ങനെ ആയിരിക്കും. നിങ്ങളെ എന്റെ കുടുംബത്തിൽ ഒരു അംഗമായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്.